നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രേവതിക്കുട്ടി മാമച്ചൻ്റെ ഗ്രേസ് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. പിന്നീട് അവരോട് ചോദിച്ചു, രണ്ടുപേരും കണ്ടു കാണുമല്ലോ അല്ലേ നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലപൊഴിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിച്ചു, അല്ല എന്താ മിണ്ടാത്തെ? രണ്ടുപേരുടെ വായിക്കകത്ത് നാക്കില്ലേന്ന് ചോദിച്ചു. ആ സമയം ഗ്രേസമ്മ ഇങ്ങനെ നോക്കി. ആൻറ്റി നോക്കുമൊന്നും വേണ്ട, ആൻറ്റിക്ക് തൽക്കാലത്തേക്കൊരു ആശ്വാസമുണ്ട്. അത് കേട്ടതും ഗ്രേസമ്മയ്ക്ക് ഒരു ചുണ്ടിലൊരു ചിരിയൊക്കെ വന്നു. പക്ഷേങ്കിൽ മാമച്ചരങ്ങളുടെ കാര്യമാണ്. അപ്പോഴേക്കും ഗ്രേസമ്മ ചിരിച്ചു. അതെ, ആൻറ്റി അത്രയ്ക്ക് ചിരിക്കുമൊന്നും വേണ്ട, ചെറിയൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ എൻ്റെ അങ്കിളെ റിസൾട്ട് കണ്ടിട്ട് അങ്കിളിനൊന്നും തോന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാമച്ചൻ ഇങ്ങനെ നോക്കി. നോക്കുമൊന്നും വേണ്ട, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം കൂടുതലാണ്. യൂറിക് ആസിഡ് സഹിതം എല്ലാം കൂടുതലാണ്. ഒന്നും കുറവില്ല എന്ന് പറഞ്ഞു. അങ്കിളുടെ എന്താ ഇത് വലിയ ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, അങ്ങനെ പറയരുത് രേവതിക്കുട്ടി. ദേ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഇവള് പറയുന്നത് കേൾക്കുന്നുണ്ട്, നാട്ടുകാർ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യും, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ക്രമീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതൊക്കെ കൂടണമെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ എൻ്റെ ജെൻസിൻ്റെ കുഴപ്പമായിരിക്കും, അപ്പനപ്പൂമാരായിട്ടുള്ളതായിരിക്കും, അതുകൊണ്ടാന്നേ കുറയാത്തെ. അത് കേട്ടത് ഗ്രേസമ്മ ചിരിച്ചു. ആ സമയം മാമച്ചൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ രേവതിക്കുട്ടി? അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ഇതിങ്ങനെ കൂടുവോ? രേവതിക്കുട്ടി രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, പിന്നെ കൂടുവോന്ന്. എന്നെ കാണാതെ കാറിനകത്തും അവിടെ ഇവിടെ മറിഞ്ഞിരുന്ന് കഴിക്കുന്നതും പിന്നെ ക്ലബ്ബിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് നന്നായിട്ട് തട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കുറയാത്തെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് എന്നോട് കള്ളത്തരം കൂടെ പറയുന്നോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അതേ രേവതിക്കുട്ടിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അത് അടിച്ചോട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും അടിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി ഫോൺ എടുത്ത് നോക്കി. അലീനയാണ്. അലീന ചേച്ചിയെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അതെ, ഞാൻ അപ്പുറത്ത് കാണും, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയം ഗ്രേസമ്മ കയ്യിലേക്ക് പിടിച്ചു. ഇതെന്തിനുള്ള പുറപ്പാടാ? കിടക്കാനായിട്ട്. അതെ, അവളിപ്പം തന്നെ തിരിച്ചു വരാനായിട്ടാ. അലീനയല്ലേ വിളിച്ചത്. ഇനി ഇവിടുത്തെ കുറ്റവും അവിടുത്തെ കുറ്റവും എല്ലാം പറഞ്ഞിട്ട് ഫോൺ വെക്കുമ്പോൾ ഒരു സമയം. എൻ്റെ മനുഷ്യ, എന്തേ അവൾ അതിനെ കുറ്റം പറയുന്നുണ്ടോ? ഉള്ള കാര്യമല്ലേ പറയുന്നേ. അതെന്തേളും ആയിക്കോട്ടെ. അതെ, ഇപ്പം തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോഴൊന്നും വരത്തില്ല. അതെങ്ങനെയാ? അവൾ വരുന്ന സമയം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവോ? പിന്നെ എനിക്കല്ലാതെ ആർക്കാ അറിയാവുന്നേ? അന്നും പറഞ്ഞ് പോയി കിടന്നു. ഇപ്പം തന്നെ അവൾ വന്ന് ചീത്ത പറയും. എങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിന്റെ പ്രശ്നം തീർന്നില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ആ സെറ്റിയിൽ ഇരിക്കുകയാണ് മാമച്ചൻ. ആ സമയത്ത് അലീനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് രേവതിക്കുട്ടി. അലീന പറഞ്ഞു, ദേ ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലാ. അതെന്താ അവിടെ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കുട്ടി പറഞ്ഞു, അതെ, അലീന ചേച്ചിയുടെ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുന്നില്ല. അല്ല, അവരിനി കടപ്പാട്ടൊക്കെ തിരിച്ചു പോരുവോ? ആർക്കറിയാം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തതെന്ന് പറഞ്ഞു. അല്ല, അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലോ. ഇവിടെയോ? ഇവിടെ എന്ത് വിശേഷം? ഇവിടെ ഞാനാണെങ്കിലേ രണ്ടുപേരുടെ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെ ഒന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ? അതേന്നേ, അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പം മനസ്സിലായി, നീ അവരെ ചട്ടം പഠിപ്പിക്കുമായിരുന്നില്ലേ? ഞാനോ? പിന്നല്ലാതെ. നീ അവരോട് എന്താ ഇങ്ങനെ പറയണേന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് അലീന ചേച്ചി, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരോട് അപേക്ഷിക്കുമായിരുന്നു, അയ്യോ നിങ്ങളിനി അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതൊന്നും കൂട്ടരുതെന്ന്. പിന്നെ നിന്റെ അപേക്ഷ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതേ മോളെ, അവരുടെ എല്ലാം മുള്ളും ബാക്കി വെച്ച ഭാഗ്യം. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ഒന്ന് ചിരിച്ചു. പിന്നെ രേവതിക്കുട്ടി ചോദിച്ചു, അലീന ചേച്ചി എപ്പോഴാണ് ഇനി തിരികെ കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നത്? അതൊന്നും അറിയില്ല. കൃഷ്ണമോളും ഭവിത അവരൊക്കെ എല്ലാം കൂടി തീരുമാനിക്കണം എങ്ങനെ എന്താന്ന്. അവരുടെ തീരുമാനത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക. അല്ല, ആ പീഡന വീഴൻ രോഹിത്തേണ്ണ ഇപ്പം എങ്ങനെയുണ്ട്? എടീ, അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചാ കോളേജിൽ പോയിട്ട് എങ്ങനെയായി? പ്രിൻസിപ്പൾ അച്ഛൻ എന്താണെങ്കിലും ഇളവ് കൊടുത്തിട്ടുണ്ട്. 1 മാസത്തേന് സസ്പെൻഷൻ, അത് കഴിയുമ്പം കയറാമെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും നന്നായി കൊള്ളാമല്ലേന്ന് ചോദിച്ചു. അതെ, ഒരു മാറ്റം അതെന്താണെങ്കിലും രോഹിത്തിനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്ത് അലീന. ആ സമയം രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും മാമച്ചൻ ഗ്രേസമ്മയുടെ തോളിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ഗ്രേസമ്മ പതുക്കെ കൈ കാണിച്ചു പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി വന്നു കഴിയുമ്പോൾ രേവതിക്കുട്ടിയും കൂടെ പിടിച്ച്
അടുത്തിരുത്തി. അങ്ങനെ അടുത്തിരുത്തി മുടിയിഴകളിലൊക്കെ തലോടുകയാണ്. അപ്പം ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കണേന്നും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തി. അങ്ങനെ അവർ ആസ്വദിച്ച് അവിടെ ഇരിക്കുകയാണ് രണ്ടുപേരും കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോണി വരുന്നുണ്ട്. അപ്പോൾ ടോണി ഷെറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടെ മാമച്ചനും ഗ്രേസമ്മയൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിയാണ് പോയി കഥ തുറക്കുന്നത്. എന്തിയെ അങ്കിളും ആൻറ്റി റെഡിയായില്ലേന്ന് ചോദിച്ചു. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. ടോണി ചേട്ടൻ വാ നമുക്ക് ചായ കുടിച്ചിട്ട് വാ. വേണ്ടാന്ന് പറഞ്ഞു. ഇനി എന്താ ഞാൻ ഭീഷണിപ്പെടുത്തണോ? മര്യാദയ്ക്കും കൂടെ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയും മാമച്ചനും കൂടെ റെഡിയായിട്ട് വന്നു. റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടോണി പറഞ്ഞു എനിക്ക് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. മാമച്ചൻ പറഞ്ഞ് ഇറങ്ങാം. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാവുമോ. ഇതിനു മുമ്പ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്തിരി പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അല്ല ടോണിയുടെ പ്ലാൻ എന്താ? ഞാൻ അവിടെ ചെന്ന് ഷെറിനെ കാണണമെന്ന് പറയും. ഷെറിനെ കാണും. അല്ല ഇപ്പം ഞങ്ങളോ നിങ്ങൾ റിലേറ്റീവ് ആണെന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞോളാം. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും രേവതിക്കുട്ടി പറഞ്ഞു അത് ശരിയാ, നല്ല ഐഡിയ ആയിട്ടാ തോന്നുന്നത്. എങ്കിൽ ശരി നമുക്ക് സമയം കളയണ്ട, ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഷെറിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ അവര് ഷെറിന്റെ വീട്ടുമുറ്റത്തേക്ക് വരുവാണ്. ആ സമയത്ത് മാമച്ചനും ഗ്രേസമ്മയ്ക്കൊക്കെ നല്ല ടെൻഷനുണ്ട്. ഈ സമയം ടോണി ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ടോണി നീ എന്ത് പറഞ്ഞ അകത്തേക്ക് കയറി ചെല്ലുന്നേ? ഞാൻ എന്തേലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി പോയിക്കോളാം. അല്ല നിന്നെ അവർ തടഞ്ഞാലോ? ഞാൻ ഷെറിന്റെ ഭർത്താവല്ലേ, നിയമപരമായിട്ട് ഇതുവരെയായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുമില്ല. അപ്പം എന്നെ അങ്ങനെ തടയാനൊന്നും അവർക്ക് പറ്റില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു അപ്പം ഞങ്ങൾ അത്ര സമയം ഇവിടെ ഇരിക്കണമെന്നാണോ? അതെ നിങ്ങൾ കാറിനകത്തിരിക്കുക, ഇപ്പം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മാമച്ചൻ ചോദിച്ചു അല്ല നീയോ അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുമോ? ചിലപ്പോൾ ഉണ്ടാക്കുമായിരിക്കും. ഗ്രേസം പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കാതിരിക്കും? ഷെറിനെ കൊണ്ടു വിട്ടിട്ട് ഒരു വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലോ. ഇപ്പം ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് അവർ പിന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അത് കേട്ടതും ടോണി പറഞ്ഞ അല്ലേലും പ്രശ്നം ഉണ്ടാക്കും. അന്ന് അവസാനം കൊണ്ടുപോയി വിടാൻ വരുന്ന ദിവസം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹോ അപ്പം നിന്റെ സ്ഥിര സ്വഭാവം ഇതല്ലേ എന്ന് മാമച്ചൻ ചോദിച്ചു. അത് പിന്നെ അന്നത്തെ ആ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ടോണി ഇറങ്ങിപ്പോയി കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും റോബിച്ചനാണ് വന്ന് കഥ തുറക്കുന്നത്. ടോണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ? അതെ എനിക്ക് ഷെറിനെ കാണണം. ഷെറിനോ? അതെ എൻ്റെ ഭാര്യ ഷെറിനെ എനിക്ക് കാണണം. ഓ ഇവിടെ കൊണ്ടേ വിട്ടിട്ട് പോയിട്ട് ഒരു വർഷമായല്ലോ, ഇപ്പോഴാണോ നിനക്ക് തോന്നിയത് ഭാര്യ ഉണ്ടെന്ന്? എടാ അവള് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നിനക്ക് നാണം ഉണ്ടോ ഇപ്പം ഷെറിനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? ആ സമയം ആൻസി ഇറങ്ങി വന്നു. എന്താ റോബിച്ചായ ഇതേ ഇവന് ടോണിക്ക് ഷെറിനെ കാണണമെന്ന് പറഞ്ഞാൽ കാണിച്ചേരെ. നമ്മൾ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്തിനാ കാണിക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാണിക്കാൻ ഞങ്ങൾ സൗകര്യമില്ല. മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക്. ടോണി പറഞ്ഞു ഞാനേ പത്തനാപുരം സ്റ്റേഷനിൽ കയറിയിട്ടാ വരുന്നേ. അറിയാലോ SHOയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഫോൺ കോൾ മതി. നിയമപരമായിട്ട് ഇപ്പോഴും അവളെൻ്റെ ഭാര്യ, ബന്ധം വേർപിരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ അനുമതിയുണ്ട്. ഓ ഞങ്ങളും പോലീസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ടോണി പറഞ്ഞു പോലീസ് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ആൾക്കാരും ഒക്കെ ഇവിടെ വരും, ഈ മുറ്റത്ത് വരും. പിന്നെ അവരൊക്കെ അറിയും ഈ കുടുംബത്തിൻ്റെ പല കഥകളും. ഞാനിത് വിളിച്ചു പറയൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ റോബിച്ചനൊന്ന് ഞെട്ടി. എന്താ വേണോന്ന് ചോദിച്ചു. അല്ല നിനക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുമ്പോൾ റോബിച്ചൻ പറഞ്ഞു വേണ്ട നീ കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ടോണി അകത്തേക്ക് കയറുമ്പോഴത്തേനും ആൻസി പറഞ്ഞു ബാ ഞാൻ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ആ സമയം റോബിച്ചൻ പെട്ടെന്ന് ആൽബിയനെ ഫോൺ ചെയ്യുവാണ്. ആൽബിച്ചായ അവൻ വന്നിട്ടുണ്ട്. ആര്? ടോണിയോ? ഏത് ടോണി? ഷെടാ മറന്നുപോയ ഷെറിൻ്റെ ഭർത്താവ്. അവനെന്തിനാ വന്നേ? അവന് ഷെറിനെ കാണണമെന്നും പറഞ്ഞാൽ വന്നേ. എൻ്റെ അടുത്ത് തണ്ട് കാണിച്ചു, പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് മുറി പോയി ലോക്ക് തുറക്കുവാണ് ആൻസി. അപ്പോഴേക്കും ടോണി ചോദിച്ചു ഇതെന്തിനാ മുറി പൂട്ടിയിട്ടിരിക്കുന്നേ? മുറി പൂട്ടിയില്ലെങ്കിലേ ചിലപ്പോൾ ഇറങ്ങി ഒരു ഒറ്റ പോക്കങ്ങോട്ട് പോകും റോഡിൽ കൂടെ, അതുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. പൂട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുമായിരുന്നു ഷെറിനെ. അപ്പോഴേക്കും ആൻസി പറഞ്ഞു ഷെറിനെ കഥവ് തുറക്ക്. വേണ്ട നിങ്ങൾ എന്നെ പുറത്തുനിന്ന് പൂട്ടിയില്ലേ, അപ്പം നിങ്ങളെല്ലാം ഞാൻ അകത്തുനിന്ന് പൂട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടതും ആൻസി പറഞ്ഞു അതേ മോൾക്കൊരു സർപ്രൈസ് ഉണ്ട്, വെറുതെ കള്ളത്തരം പറയണ്ട. സർപ്രൈസും ഇല്ല ഒരു കുന്തവും ഇല്ലെന്ന് എനിക്കറിയാം, എന്നെ പറ്റിക്കുമല്ലേ? അല്ല സത്യമായിട്ടൊരു സർപ്രൈസ് ഉണ്ട്. മോള് കഥവ് തുറക്കാൻ പറഞ്ഞു. ഒടുവിൽ ഷെറിൻ കഥവ് തുറന്നിങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്. സർപ്രൈസ് ഇല്ലാന്ന് ഓർത്ത് തിരിഞ്ഞു നിന്നാണ്. അപ്പോഴേക്കുമാണ് ടോണി അങ്ങോട്ട് കയറി വരുന്നത്.
ടോണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഷെറിനൊന്നും ഞെട്ടിപ്പോയി. ടോണി ചായ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരു കെട്ടിപ്പിടുത്തമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ടോണിച്ചായൻ വന്നല്ലോ. ഞാൻ ടോണിച്ചായനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാവോ? ടോണിച്ചായ ഇനി എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുത്. ടോണിച്ചായൻ ഇനി എന്നെ ഇട്ടിട്ട് പോകുമെന്ന് ചോദിച്ചുകൊണ്ട് കരയുവാണ്. ടോണിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആൻസിയുടെ വരെ കണ്ണ് നിറഞ്ഞു പോയി. ടോണിച്ചായ എന്നെ ഇട്ടിട്ട് പോവരുത് കേട്ടോ ടോണിച്ചായ. ഇവരൊക്കെ പറയുന്ന എനിക്ക് ഭ്രാന്താന്ന്. എല്ലാവരും അങ്ങനെ പറയണേ. പക്ഷെ എൻ്റെ ടോണിച്ചായൻ പറയില്ല എനിക്ക് ഭ്രാന്താന്ന്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നായിരിക്കും അല്ലേ? എനിക്കറിയാം എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന്. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവരുത്. പോകുമ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ടോണിയെ ചേർത്ത് പിടിക്കുകയാണ്. ടോണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.